ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കഴിവിൽ നോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് നോയുടെ ഹോംവർക്ക് ബുക്കിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടിട്ട് ഓമാണെങ്കിൽ നോയോട് ചെന്ന് ചോദിക്കുന്നത് വരെയാണ്. അപ്പോൾ അവൻ പറയുന്നു അവൻ സ്വന്തമായിട്ട് ചെയ്തതാണെന്ന്. ഇത് കേട്ടിട്ട് ഓം ചോദിക്കുന്നു, നീ സ്വന്തമായിട്ട് ചെയ്തതോ എന്ന്. അങ്ങനെ അവൻ പറയുന്നു, എനിക്ക് നോഹിയാണ് അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നതെന്ന്. അപ്പോഴാണ് കാണിക്കുന്നത് നോഹിയോട് നോയി ഒരു സഹായം ചോദിച്ചില്ലായിരുന്നു, അത് മറ്റൊന്നുമല്ല ഈ ഹോംവർക്ക് ചെയ്യാനുള്ള സഹായമായിരുന്നു. അങ്ങനെ അവളത് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല. എന്നിട്ട് അവൾ ഇടയ്ക്ക് ചോദിക്കുന്നു, അല്ല എന്ത് പറ്റി പതിവില്ലാതെ ഹോംവർക്കൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് മറ്റൊന്നും അല്ല, ഞാൻ ഹോംവർക്കൊക്കെ ചെയ്താൽ അവന് സന്തോഷമാകില്ലേന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നു, നീ എന്താ പറയുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ അവന് സന്തോഷമാകും, അതുകൊണ്ടാണ് ഞാൻ ഹോംവർക്കൊക്കെ ചെയ്യുന്നതെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ പുറകിൽ നിന്ന് ഇവരമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഇവനിത് എന്ത് പറ്റിയെന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് നോക്കുന്നത്. അടുത്ത സീനിൽ നെക്സ്റ്റ് ഡേ ആയതുപോലെയാണ് കാണിക്കുന്നത്. നോയിയാണെങ്കിൽ നല്ല സന്തോഷത്തിൽ ആ പൂവെല്ലാം എടുത്ത് പാമ്പിനെ കാണാനായിട്ട് പോവേണ്. ഈ സമയം അവിടെ തീയാണെങ്കിൽ ഇവൻ പാമ്പിന് പൂ കൊടുത്തു, അവൾ എന്ത് പറഞ്ഞെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ബസ്സിൽ പോകുന്ന സമയത്തും നോയുടെ കോള് വരുന്നുണ്ടോ, അതല്ലാതെ അവൻ വല്ല മെസ്സേജ് അയക്കുമോ എന്നൊക്കെ ചിന്തിച്ചാണ് പോകുന്നത്. വീട്ടിൽ ചെന്ന് കുളിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോള് വരുന്നു. അപ്പോൾ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ വിളിച്ച ആൾ പറയണേ, ഇത് ഞാനാണ്, നീ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വരാൻ. അതിന് നോയി ആയിരുന്നു. അപ്പോൾ ഇവൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നോയി നല്ല വിഷമത്തോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ അവരൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പം നോയിയുടെ കയ്യിരുന്ന ആ പൂവില്ലേ, അതിപ്പോൾ തീ ശരിയാക്കി കൊടുക്കുകയാണ്. അത് ശരിയാക്കി കൊടുത്തതിന് ശേഷം അവൻ പറയുകയാണ്, ഞാൻ നിനക്ക് പാമ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം, അതുമാത്രമല്ല നിനക്ക് ലവ് സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചും തരാം, അത് ഫ്രീ ആയിട്ടെന്ന്. ഇതൊന്നും കേട്ടിട്ട് നോയ്ക്ക് ഒരു സന്തോഷമാകുന്നില്ല. അപ്പോഴേ അവന് മനസ്സിലാവുന്നുണ്ട് എന്തോ കാരണമുണ്ടെന്ന്. അങ്ങനെ അവൻ പറയുന്നു, കുഴപ്പമില്ല, അവൾ റിജക്റ്റ് ചെയ്തെങ്കിൽ സാരമില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും നിൻ്റെ ലവ് അവൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അപ്പം നോയാണെങ്കിൽ ഒന്നും പറയാതെ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരുന്നിട്ട് പറയണ് അവിടെ എന്താണ് നടന്നതെന്ന്. അവൻ തീ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോയത്. അതും ആ പൂവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് പാമ്പ് പതിവ് പോലെ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ സമയത്ത് അവിടേക്ക് റാൻ വരുന്നുണ്ട്. ഈ റാനിന് പാമ്പിനെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അവനാണെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന് പെട്ടെന്ന് പാമ്പിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ കൈ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതും അവൻ പോകുന്ന സമയത്ത് പാവം നമ്മളെ നോയിയുടെ കയ്യിരുന്ന പൂവും തട്ടിയിട്ടിട്ടാണ് പോകുന്നത്. നോയ് പറഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം തീയാണെങ്കിൽ അവനെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ നോയിയെ സമാധാനപ്പെടുത്താനായിട്ട് നോക്കുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ കുറച്ച് നേരം മിണ്ടാതെയൊക്കെ ഇരുന്നിട്ട് നോയ് തീയോട് ചോദിക്കുകയാണ്, പിന്നെ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ നിൽക്കട്ടെ എന്ന്. ഇത് കേട്ടിട്ട് തീയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ ഇവൻ ഇത് എന്തോന്ന് പറയുന്നേന്ന്. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് കൈ നീട്ടിയിട്ട് പറയണ്, ഓക്കെ, വാത്പൂ ഗ്യാങ് അങ്ങനെ ആരെയും ഒറ്റയ്ക്കാക്കില്ലെന്ന്. നേരത്തെ നോയ് ഇവനോട് പറഞ്ഞില്ല, അതേ വാക്യം തിരിച്ചിപ്പോൾ പറയണ്. തീ കൈ നീട്ടുന്നെങ്കിലും നോയ് കയ്യിൽ പിടിക്കുന്നതൊന്നുമില്ല, പെട്ടെന്ന് അവിടെ നിന്ന് എണീച്ച് മാറേണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ കടയിലേക്ക് പോവുകയാണ്. നോയ്ക്ക് ടൂത്ത് ബ്രഷ് വാങ്ങാനും അതുപോലെ കുറച്ച് സാധനങ്ങൾ കഴിക്കാനൊക്കെ വാങ്ങാൻ. സെയിൽസ് സ്കെയിൽ ടോട്ടൽ എത്ര രൂപയായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 80 എന്നാണ് അവൾ പറയുന്നത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പൈസ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നോയ് എല്ലാം എണ്ണി പറക്കിയിട്ട് പറയുന്നു, നിൽക്ക് 79 രൂപയല്ലേ ആയോളൂ, 80 ആയില്ലല്ലോ, അതുകൊണ്ട് ബാക്കി 1 രൂപ തരാൻ. അങ്ങനെ ആ പെണ്ണാണെങ്കിൽ തീക്ക് ആ 1 രൂപ കൊടുക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് കിടക്കാൻ നേരത്ത് നോയാണെങ്കിൽ തീയോട് ചോദിക്കുന്നു, നീ ഡെസ്റ്റിനിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ ചിന്തിക്കുകയാണ്, ഇവരാദ്യം കണ്ടുമുട്ടിയതും അതുപോലെ ആ സോൾമേറ്റ് എന്ന് പറയുന്ന കയറും മുത്തൊക്കെ ഉള്ള സാധനം കൊടുത്തതും അതുപോലെ പിന്നെ അവർ കണ്ടുമുട്ടിയതും അതൊക്കെ വെച്ച് ഇവന് ഡെസ്റ്റിനിയിൽ വിശ്വാസമുണ്ട്. എന്നാലും നോയോട് പറയുന്നു, ഇല്ല എനിക്ക് അങ്ങനെയൊന്നും വിശ്വാസം ഇല്ലെന്ന്. അപ്പോൾ നോയ് പറയുന്നു, എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്, കാരണം നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയതായാൽ പോലും അത് ഡെസ്റ്റിനി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന്. പിന്നെ ഞാൻ നിന്നെ ഫ്ലേർട്ട് ചെയ്യട്ടെ എന്ന്. ഇത് കേട്ടിട്ട് തീയാണെങ്കിൽ ഒരുമാതിരി അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നോയ് പറയണേ, ഇനി മുതൽ നീ നിന്നെ പറ്റി എനിക്ക് പഠിപ്പിച്ച് തന്നാൽ മതിയെന്ന്. ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഷോക്കായിട്ട് തീ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാവിലെ ആയതുപോലെയാണ് കാണിക്കുന്നത്. രാവിലെ തീ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും നോയ് അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് നോയ് തീ എണീറ്റത് കണ്ടിട്ട് ചോദിക്കുന്നു, നീ എണീറ്റോ എന്ന്. എന്നിട്ട് പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ ചീക്കിലൊരു കിസ് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവൻ ഇങ്ങനെ കിസ് ചെയ്തുകൊണ്ട് തീയാണെങ്കിൽ ഷോക്കായി പോവുകയാണ്. എന്നിട്ട് നോയ് പോകുന്ന സമയത്ത് പറയുന്നുണ്ട്,
ഞാൻ കിച്ചണിൽ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ മറക്കാതെ കഴിക്കണേന്ന്. അപ്പോൾ തീയാണെങ്കിൽ കുളിക്കുന്ന സമയത്തും ചീക്ക് തന്നെ തടവിക്കൊണ്ടിരിക്കുകയാണ് ഇവ കിസ് കൊടുത്തുകൊണ്ട്. അതിനുശേഷം അവൻ കുളിച്ചത് കഴിഞ്ഞതിന് ശേഷം വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നിട്ട് താഴെ ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെയാണ് നോയ് ഉണ്ടോ എന്നവൻ നോക്കുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. തീ അവിടെ നോക്കുമ്പോൾ നോയെ കാണാത്തതാണ്, പക്ഷെ അവിടെ നോയ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷം നോയ് സ്കൂളിലിരിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. ക്ലാസ്സിലിരിക്കുന്ന സമയം നോയ് ബോർഡിൽ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ട് ഓം ചോദിക്കുന്നു, അല്ല നോയ് നീ വല്ല പകൽ സ്വപ്നമോ കാണുകയാണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അല്ല ഞാൻ പഠിപ്പിക്കുന്നത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത് കേട്ടിട്ട് ഓമാണെങ്കിൽ അവൻ്റെ നെറ്റി തൊട്ട് നോക്കിയിട്ട് ചോദിക്കുന്നു, നിനക്ക് പനിയൊന്നും ഇല്ലല്ലോ, പിന്നെ നിനക്ക് എന്ത് പറ്റിയെന്ന്. ഇത്രയൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നോയ് അവരോടൊരു ഹെൽപ്പ് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടിട്ട് ഓം ചോദിക്കുന്നു, എന്ത് ഹെൽപ്പ്, എന്തായാലും നീ പറ ചെയ്തു തരാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്കൊരാളെ സെറ്റാക്കണമെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, ആര്, പാമ്പിനെയാണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അല്ല എൻ്റെ ട്യൂട്ടറിനെ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവർ അന്തം വിട്ടിട്ട് ചോദിക്കുന്നു, ട്യൂട്ടറിനെയോ എന്ന്. നോയ് ഹെൽപ്പ് ചോദിച്ചതായതുകൊണ്ട് ഓം അവനെ സഹായിക്കുകയാണ്. അവരൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് സെർച്ച് ചെയ്യാണ്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ. അപ്പോൾ അതെല്ലാം അവർ വായിച്ച് നോക്കിയിട്ട് കുറേയൊക്കെ എഴുതിയും എടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുമുണ്ട്. ഈ സമയത്ത് അവിടേക്ക് നോഹി വരെയാണ്. നോഹിനെ കണ്ടിട്ട് ഓമാണെങ്കിൽ നോഹിയോട് പറയുന്നു, നീ നോഹിയോട് ചോദിച്ചു നോക്ക്, അവൾക്കാകുമ്പോൾ ഇതിനെ പറ്റിയൊക്കെ അറിയുമായിരിക്കുമെന്ന്. അപ്പം ഓം പറയുന്നത് കേട്ടിട്ട് നോഹി ആണെങ്കിൽ നോഹി അവിടെ വിളിച്ച് നിർത്തിയാണ്. അപ്പം നോഹി വിളിക്കുന്നത് കേട്ടിട്ട് നോഹി ചോദിക്കുന്നു, നിനക്കിപ്പോൾ എന്തോന്ന് വേണം, എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വേണം അമ്മേനെ സഹായിക്കാനെന്ന്. അപ്പോൾ അവൻ പറയുന്നു, കുറച്ച് നേരത്തേക്ക് നീ ഇവിടെ വന്നിരിക്കുക, എനിക്കൊരു കാര്യം ചോദിക്കാനാണെന്ന്. അങ്ങനെ അവൾ അവിടെ ചെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ നോയ് അവളോട് ചോദിക്കുന്നു, അല്ല ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമല്ലാത്ത കാര്യമോ അതെനിക്കെന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളോ എന്താണെന്ന്. അങ്ങനെ അവൾ പറയുന്നു, അവർക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം അവർ എക്സാംസിന് തോക്കുന്നത് അവർക്ക് ഇഷ്ടമേ അല്ല, അതുപോലെ നിന്നെപ്പോലെ റൗഡി ആകുന്നത് അവർക്ക് ഇഷ്ടമേ അല്ലെന്ന്. ഇവളിങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവർ രണ്ടുപേരുമാണെങ്കിൽ പെട്ടെന്ന് സന്തോഷത്തോടെ അയ്യോ റൗഡി ആവുന്നത് ഇഷ്ടമല്ലേ എന്നും പറഞ്ഞ് തോന്നിയ കണക്ക് എന്തൊക്കെയോ ഡാൻസൊക്കെ കളിക്കുന്നു. അവളാണെങ്കിൽ അവളെ കാര്യം നോക്കി അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട്, എന്തോ കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ. അതിനുശേഷം അടുത്ത സീനിൽ തീയ അവൻ്റെ ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ തീയോട് ടോങ് ചോദിക്കുകയാണ്, അപ്പോൾ നീ വരുന്നില്ലല്ലോ ഉറപ്പിച്ചായെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഇല്ലടാ ഞാൻ വരുന്നില്ല, എന്നെക്കൊണ്ട് ഇങ്ങനെ കുടിക്കാനൊന്നും പറ്റില്ലെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഫാച്ച് പറയും, എന്നാൽ ശരി അവൻ വരണ്ട, നമുക്ക് പോവാം, അവൻ അവിടെ മടി പിടിച്ചിരിക്കട്ടെ, നീ വരാൻ. അങ്ങനെ അവർ പോകുന്നത് കണ്ടിട്ട് തീ അവരോട് പറയണ്, നിങ്ങൾ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഡ്രൈവ് ചെയ്യാൻ നോക്കല്ലേ എന്ന്. അപ്പോൾ അവർ പറയുന്ന ശരി ഓക്കെ എന്ന്. ഇവരിങ്ങനെ നടന്നു പോയി കുറച്ച് സമയത്തിന് ശേഷം അവിടേക്ക് നോയ് വരെയാണ്. നോയ് അവനെ കണ്ടിട്ട് ചോദിക്കുന്നു, നീ എവിടെയെങ്കിലും പോകാനായിട്ട് നിൽക്കുകയാണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതൊന്നും സാരമില്ല, നീ ഇപ്പോൾ എൻ്റെ കൂടെ വാ, നമുക്കൊരു ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ, എനിക്ക് നിന്നെ ഇമ്പ്രസ് ചെയ്യാനുള്ളതാണെന്ന്. തീയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടും മനസ്സിൽ പറയണ്, എടാ തീ നീ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടാൻ നോക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പാളിപ്പോകുന്നു. നോയ് പെട്ടെന്ന് തീയുടെ ഷർട്ടിൽ പിടിച്ച് അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയി ബൈക്കിലേക്ക് കയറ്റുന്നു. അതിനുശേഷം അവർ ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും തീക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. അത് കണ്ടിട്ട് നോയ് പറയുന്നു, നീ ഒരിക്കലും നിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ കണ്ട് പേടിക്കരുത്, നല്ല ധൈര്യത്തോടെ തന്നെ നിന്ന് അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യണമെന്ന്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നോയ് ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന പിള്ളേരെ കൂടെ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ തീക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവനാണെങ്കിൽ അവിടെ നിൽക്കുന്ന ബാക്കി പിള്ളേരോട് പറയുകയാണ്, നിങ്ങളെ ഫ്രണ്ട്സ് അല്ലേ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്, പോയി ഒന്ന് സഹായിക്കടാ, ആരെങ്കിലും ഒന്ന് സഹായിക്കുന്നു. അവരെല്ലാവരും അവൻ പറയുന്നതൊക്കെ കേൾക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം രാത്രി ആയതുപോലെയാണ് കാണിക്കുന്നത്. രാത്രി അവിടെ ഇരിക്കുന്ന സമയത്ത് നോയ് ആണെങ്കിൽ തീയുടെ മുഖമൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാണ് എന്തെങ്കിലും പരിക്കുണ്ടാന്ന്. തീയുടെ മുഖമൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവൻ പറയണ്, എന്തായാലും കൊള്ളാം, ഒരു പരിക്ക് പോലും ഇല്ലല്ലോ എന്ന്. നോയ് പറയുന്നത് കേട്ടിട്ട് മനസ്സ് ചിന്തിക്കുകയാണ്, ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെ പരിക്ക് വരാനെന്ന്.
എന്നിട്ട് നോയാണെങ്കിൽ അവരുടെ അടുത്ത് പറയണേ പിന്നെ ശരി നീ വാ നമുക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു അയ്യോ അതൊന്നും വേണ്ട ഞാൻ പോകുന്നു എൻ്റെ വീട്ടിലേക്കെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതൊന്നും പറ്റൂല നീ വന്നേ പറ്റുള്ളൂന്ന്. അപ്പോൾ ഓൻ പറയണേ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നു ശരി ഓക്കേടാ നീ വാ എന്ന്. നോയ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തീയാണെങ്കിൽ വീണ്ടും വീണ്ടും വരുന്നില്ലെന്ന് പറയുന്നു. അപ്പം നോയാണെങ്കിൽ അവൻ അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കുന്ന സമയത്ത് നോയാണെങ്കിൽ ഭയങ്കര കെയറിങ് തീക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു നിനക്ക് ഞാനിത് എടുത്ത് വായിൽ വെച്ച് തരണമോ എന്ന്. ഇതൊക്കെ കേട്ടിട്ട് തീയുടെ അമ്മയും അതുപോലെ നോഹിയാണെങ്കിൽ ഒരുമാതിരി ഷോക്കായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് നോയോട് അവൻ്റെ അമ്മ പറയുന്നുണ്ട് നീ തീയോട് സംസാരിക്കുന്ന ടോൺ ശരിയല്ലെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്, തീ നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അവൻ്റെ അമ്മ പറയുന്നു എനിക്ക് കണ്ടിട്ട് അത്ര ഹാപ്പി ആയിട്ടൊന്നും തോന്നുന്നില്ലെന്ന്. പിന്നെ തീ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ടിമ്മാൻറ്റി ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുകയാണ് മോനെ സോറി നിന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ കൊണ്ടാക്കിയതിനെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതൊന്നും സാരമില്ല ആൻറ്റി ഒന്നും കൊണ്ട് പേടിക്കണ്ട എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്. അപ്പോൾ അവർ പറയുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയണേന്ന്. അപ്പോൾ അവൻ പറയുന്നു ഓക്കേ എന്ന്. അപ്പോൾ ഈ സമയം അവിടെ നോയാണെങ്കിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാണ് പക്ഷേ സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അമിതമായ ഒച്ച കേട്ടിട്ട് ആൻറ്റി പറയുകയാണ് നീ വെറുതെ ശല്യപ്പെടുത്താതെ വേറെ ഏതെങ്കിലും ബൈക്ക് എടുത്തിട്ട് അവനെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ. അപ്പോൾ ടിമ്മാൻറ്റി പറയുന്നത് കേട്ടിട്ട് നോയാണെങ്കിൽ അവിടെ നിന്നൊരു സ്കൂട്ടി എടുത്ത് അവനെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് പാതി എത്തുമ്പോഴത്തേക്കും ആ സ്കൂട്ടിയിൽ പെട്രോൾ തീർന്നു പോകുന്നു. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.